ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ആടിനെയൊക്കെ വിട്ടിട്ട് വെള്ളമൊക്കെ കാട്ടാൻ വേണ്ടിയിട്ട് നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാട് പ്രസവിക്കാറായ ആടാണ്. അപ്പോൾ അതിന് ഒരു ഉഷാറ് കുറവ് തോന്നിയിട്ട് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്ന് പ്രസവത്തിൻ്റെ ഒരു ആരംഭമാണെന്ന് മനസ്സിലായി. വെള്ളം കുടിക്കണമൊന്നുമില്ല, ഇലയും തിന്നണമൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ വേഗം എന്താ ചെയ്ത് അടുക്കളയിലത്തെ പണികൾ ബാക്കിയുള്ളത് വേഗം ചെയ്ത് തീർത്തിട്ടാണ് ചോറൊക്കെ വെച്ച്. പിന്നെ ഇന്ന് കറി വെച്ചിട്ടില്ല, തൈര് റെഡിയാക്കി, പിന്നെ ചമ്മന്തി ഉണ്ടാക്കി, പിന്നെ ഇന്നലത്തെ ബീഫ് ഉണ്ടായിരുന്നു അതും ഒന്ന് ചൂടാക്കി വെച്ചിട്ടാ. അങ്ങനെ അടിച്ചു വാരി ഇടലും ചെയ്തിട്ട് അടുക്കളയിൽ നിന്ന് വേഗം പോന്ന് പിന്നെ ആടിനെ കാണുന്നോടെ തന്നെ കെട്ടിയിട്ടാ. എനിക്ക് നോക്കിയാൽ കാണുന്നോടെ തന്നെ എന്നിട്ടാണ് പുറത്തുള്ള ബാക്കിയുള്ള പണികൾ ചെയ്യുക. ബാക്കിയുള്ളവർക്കൊക്കെ വെള്ളം കാട്ടലും ബാക്കിയുള്ള ആടുകളെയൊക്കെ ശ്രദ്ധിക്കൽ, ആട്ടുംകൂട് വൃത്തിയാക്കലും അങ്ങനെയുള്ള പണികളൊക്കെ അങ്ങനെ ചെയ്യൂട്ടാ. ആടിനെ കാണും ചെയ്യുക, പുറത്തുള്ള പണികൾ പിന്നെ അകത്തേക്ക് കയറില്ല കേട്ടോ, പുറത്ത് തന്നെ പണികൾ ചെയ്യും. എന്തായാലും ആട് വയ്യായിക പ്രസവിക്കുകയൊക്കെ ചെയ്ത 2, 3, 4 മണിക്കൂർ സമയമൊക്കെ മുറ്റത്ത് തന്നെ വേണം, ആടിൻ്റെ അടുത്ത് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറാൻ പറ്റില്ല, അപ്പോൾ വേഗം അടുക്കളയിലത്തെ പണികളൊക്കെ ചെയ്തിട്ടാ. അങ്ങനെ അതിലിടയ്ക്ക് ആട് പ്രസവിക്കലും കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ്, രാവിലെ വിട്ടിട്ടൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് പ്രസവിച്ചത് കേട്ടോ. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെയും വേണം 2, 3 മണിക്കൂർ സമയം അതിൻ്റെ അടുത്ത് നിൽക്കുക, ചവറ് വീഴണതൊക്കെ നോക്കിയിട്ടൊക്കെ. അപ്പോൾ എനിക്ക് കാണുന്നിടത്ത് കെട്ടിയിട്ട് കുട്ടീനെ അതിൻ്റെ അടുത്ത് കൊടുന്ന് നിർത്തിയിട്ട് പിന്നെ ഞാനിങ്ങനെ വിറകെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട്, അപ്പോൾ കുറച്ച് കല്ലൊക്കെ കൊടുന്ന് ആദ്യം അവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ട് കല്ലൊക്കെ കൊടുന്നിട്ട് വെച്ചിട്ട് അടിയിൽ കുറച്ച് കനമുള്ള വിറകൊക്കെ വെച്ചിട്ട് പിന്നെ മടലൊക്കെ കൊത്തി ചിന്തി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം അടിയിൽ കുറച്ച് കനമുള്ള വിറകൊക്കെ പച്ച വിറക് തന്നെ കൊടുന്നിട്ട് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ മടലൊക്കെ കൊത്തി ചീന്തിയിട്ട് അതുമ്മ വെച്ച് കൊടുത്തിട്ടാണ്. മുന്നേ ചീന്തിയ വിറകും ഉണ്ടായിരുന്നു, അതൊക്കെ അതുമ്മ കൊടുന്ന് വെച്ച് പിന്നെ ഓലക്കൊടി കെട്ടി വെച്ചിട്ടില്ല, മടലൊക്കെ കൊത്തി വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇനി എല്ലാ വിറകും കൂടി ഒന്നായിട്ട് കിടക്കില്ല, മറ്റേത് ഇങ്ങനെ ഉണങ്ങിയതും പച്ചയും പുതിയതും പഴയതൊക്കെ ഒന്നായിട്ട് കിടക്കും. അപ്പോൾ ഇതിങ്ങനെ പുതിയത് ഇവിടെ ഇങ്ങനെ കൊടുന്ന് വെച്ചാൽ പഴയതെടുത്ത് കത്തിക്കും ചെയ്യുക, ഇത് ഒരു ടാർപ്പായിട്ട് മൂടിയിടും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ വെയിൽ തെറിക്കുമ്പോൾ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ആട്ടുംകുട്ടിയൊക്കെ ഒന്ന് ഉഷാറായി, തന്നെ എഴുന്നേറ്റ് നിന്ന് പാലൊക്കെ കുടിക്കൽ തുടങ്ങി, ആടും ഉഷാറായി, ചവറൊക്കെ വീണ്. അപ്പോൾ ആടിനെ കുളിപ്പിച്ച് കൊടുത്ത് പിന്നെ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കാട്ടിയിട്ട് ഇലയൊക്കെ കെട്ടി കൊടുത്ത് കുട്ടീനെയും കൂട്ടിലാക്കി, ബാക്കിയുള്ള ആടുകളെയും വെള്ളമൊക്കെ കാട്ടി കൂട്ടിലാക്കിയപ്പോഴേക്ക് 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും എല്ലാവരും തുടർന്ന് കാണണം കേട്ടോ.